അയോധ്യ രാമക്ഷേത്ര കൊള്ളയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വിശ്വാസത്തിന്റെ പേരിൽ BJPയും സംഘപരിവാറും ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ നടന്നത് വലിയ സാമ്പത്തിക തട്ടിപ്പാണെന്ന് വേണുഗോപാൽ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് മേൽനോട്ടം വഹിച്ച് രൂപവൽക്കരിച്ച ട്രസ്റ്റിലാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. പാവപ്പെട്ട വിശ്വാസികൾ തങ്ങളുടെ കാണിക്കയിൽ നൽകിയ പണവും സ്വർണവുമാണ് ഇവർ മോഷ്ടിച്ചത്. ഇതിനെ വിശ്വാസത്തിന് നേരെയുള്ള കടന്നാക്രമണമായാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ വിഷയത്തിൽ RSS പ്രകടിപ്പിച്ച ഖേദത്തെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. മോഷണം നടത്തിക്കഴിഞ്ഞ ഒരു കള്ളൻ ഖേദം പ്രകടിപ്പിച്ചാൽ മതിയോ? സ്വർണവും പണവും മോഷ്ടിച്ച മോഷ്ടാക്കൾ തന്നെ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുന്നതാണോ ഈ തട്ടിപ്പ് എന്ന് അദ്ദേഹം ചോദിച്ചു. VHPയുടെ ഉന്നത നേതാക്കളാണ് ഈ കേസിൽ പ്രതികളെന്ന കാര്യവും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. പുതിയ KPCC പ്രസിഡന്റിന്റെ നിയമനം വൈകുന്നതുമായുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം പ്രതികരിച്ചു. മന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ ആഗ്രഹം അനുസരിച്ചുള്ള ഒരു പുതിയ സംവിധാനം പാർട്ടി ആലോചിക്കുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞു. KPCCക്ക് ഇപ്പോൾ പ്രസിഡന്റ് ഉണ്ട്, ഇല്ല നിങ്ങൾ എങ്ങനെ പറയുന്നത്? KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അദ്ദേഹം മന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി ആഗ്രഹം അനുസരിച്ചുള്ളൊരു പുതിയ സംവിധാനം പാർട്ടി ആലോചിച്ച് ചെയ്യും. അത്രേ ഉള്ളൂ. രണ്ട് മാസമല്ലേ ആയിട്ടുള്ളൂ. അത് വലിയൊരു കാലാവധിയായിട്ട് നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് ഇതാണോ ചോദിക്കാനുള്ളത്? ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വിഴിഞ്ഞാണോ? അല്ല, KPCC പ്രസിഡന്റ് ആണോ? ഇന്ന് ഈ രാജ്യം അതൊന്നും അല്ല സഹോദര. 20-ാം തീയതി പാർലമെന്റ് സമ്മേളനം നടക്കാൻ പോവാണ്. ഈ രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ വെട്ടി നുറുക്കി പിളർത്തി CBI, അതുപോലെ ED, ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന മോഡിക്കും ഷായ്ക്കും എതിരെ എന്തേ നിങ്ങൾ ചോദിക്കാത്തത്? ഇന്നൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മളെല്ലാം വിശ്വസിച്ചിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ വൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇന്ന് RSS ഇന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഖേദമുണ്ടെന്ന്. ഇത് മോഷണം നടത്തി കഴിഞ്ഞിട്ട് കള്ളൻ ഖേദം പ്രകടിപ്പിച്ചാൽ തീരും? അത് സ്വർണവും പണവും മോഷ്ടിച്ച, അമ്പലത്തിൽ സ്വർണവും പണവും മോഷ്ടിച്ച മോഷ്ടാക്കൾ തന്നെ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ തീരുന്നതാണോ അത്? ഇത് വിശ്വാസത്തിനെതിരെയുള്ള കടന്നാക്രമണമല്ലേ? അയോധ്യയുടെ പേരിൽ ഈ നാട്ടിൽ 40-40 വർഷക്കാലമായിട്ട് അവർ നടത്തുന്ന പ്രചരണം എന്തായിരുന്നു? ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. ഈ വിശ്വാസത്തിനെതിരായിട്ടാണ് അവർ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത്. അയോധ്യയിൽ മാത്രമല്ല, ബദ്രീനാഥിൽ, കേദാർനാഥിൽ ഹിന്ദു സമൂഹം വിശ്വസിക്കുന്ന ഏറ്റവും മഹത്തരമായ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കാനായിട്ട് BJPയും സംഘപരിവാറും ഉപയോഗിക്കുകയാണ്. അവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കാനും ജനങ്ങളെ വിഭജിക്കാനും വേണ്ടി മാത്രമാണ്, അല്ല ദൈവത്തോടുള്ള വിശ്വാസം കൊണ്ടല്ല. ദൈവത്തെ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ, അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ മുസ്ലിം എന്നും ഹിന്ദു എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ. ഇതിപ്പം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്, എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നി RSSന്റെ പ്രസ്താവന കണ്ടിട്ട്.